മോട്ടിവേഷൻ റിയാലിറ്റിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സജീവമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും സഹായിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണിത്. ഇന്ന് നിങ്ങൾ കർക്കശമായ ജീവിതത്തിനിടയിലും നിലകൊള്ളേണ്ടതിൻ്റെ ശക്തി അറിയിക്കുന്ന ഒരു കഥയുമായി ഞാൻ എത്തുന്നു. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വന്നാലും ഒരിക്കലും ധൈര്യം കൈവിടാതിരിക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ച കഥ. ഒരു ഒന്നൊന്നര തിരിച്ചുവരവിൻ്റെ കഥ. 1900കളുടെ ആരംഭത്തിലേക്ക് മടങ്ങാം. ഇന്ത്യാന സ്വദേശിയായ ഒരു ബാലൻ, പേര് ഹാർലൻഡ്. ഒരു സാമാന്യ കുടുംബത്തിൽ ജനനം. ജീവിതം ഒരിക്കലും അയാൾക്ക് അനുകൂലമായിരുന്നില്ല. അച്ഛനെ 5-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു. 10 വയസ്സാകുമ്പോഴേക്കും കുടുംബത്തെ സഹായിക്കാൻ കൃഷിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. സ്കൂൾ അതകലെ മറഞ്ഞുപോയ ഒരു സ്വപ്നമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ഹാർലൻഡ് ഒട്ടേറെ ജോലികൾ ചെയ്തു. സ്റ്റീം എഞ്ചിൻ തൊഴിലാളി, സെയിൽസ്മാൻ, അഭിഭാഷകൻ, പെട്രോൾ പമ്പ് മാനേജർ, അങ്ങനെ ഒരുപാട് ജോലികൾ. പക്ഷേ ഓരോ തവണയും ജീവിതം അയാളെ താഴെയിട്ടു. പല ജോലികളിൽ നിന്നും പുറത്താക്കി. തൻ്റെ സ്വന്തം ഹോട്ടൽ പോലും നഷ്ടമായി. വർഷങ്ങളോളം കഠിനമായി പണിയെടുത്തത് തൻ്റെ കൺമുന്നിൽ തകർന്നില്ലാതായി. അങ്ങനെ കണ്ടാൽ എന്തു തോന്നും? പക്ഷേ ഇവിടെയാണ് മാറ്റത്തിന് തുടക്കം. ഇതാണ് പലരും വഴിമാറുന്ന നിമിഷം. പലർക്കും തോൽവി അവസാനത്തെ ഘട്ടമായി തോന്നും. പക്ഷെ ഹാർലൻഡിന് അങ്ങനെ തോന്നിയില്ല. 65-ാം വയസ്സിൽ, അതായത് റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രായത്തിൽ, അയാൾക്കൊരു ഒടുവിലത്തെ ആശയമുണ്ടായിരുന്നു. തൻ്റെ രഹസ്യ ചിക്കൻ റെസിപ്പി എടുത്ത് ഒരു ഹോട്ടലിൽ പോയി വിൽക്കാമെന്ന് ചോദിച്ചു. പക്ഷേ 1009 ഹോട്ടലുകൾ നോ എന്ന് പറഞ്ഞു. 1009 തവണ നിരസിച്ചു. നിങ്ങൾക്ക് അത്രത്തോളം നിരസിക്കപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? തുടരുമോ? പക്ഷെ ഹാർലൻഡ് തുടർന്നു. വിജയത്തിലേക്കുള്ള ഒരു ഒന്നൊന്നര തിരിച്ചുവരവ്. 1010-ാം തവണ ഒരു കുഞ്ഞു ഹോട്ടൽ എസ് പറഞ്ഞു. ആ ചെറിയ എസ് ഒരു വൻ വിജയത്തിലേക്കുള്ള വഴി തുറന്നു. ഇന്നത്തെ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ, KFC അതിൻ്റെ തുടക്കമെടുത്തു. ജീവിതത്തിൽ നിരന്തരം തോറ്റ കേണൽ ഹാർലൻഡ് സാൻഡേഴ്സ് എന്ന വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകളുടെ അണിയറയിലേക്ക് എത്തിയതിൻ്റെ കഥ. തോൽവിയിലല്ല ജീവിതം അവസാനിക്കുക, കൈവിടുന്നതിലാണ്. ഇപ്പോഴെനിക്ക് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചു? അതിനുവേണ്ടി പോരാടി? ഏതൊക്കെ അവസരങ്ങൾ നിങ്ങൾ നിരസിച്ചതിനാൽ നിങ്ങൾക്ക് നഷ്ടമായി? കേണൽ സാൻഡേഴ്സും തളർന്നില്ല, അതിനാൽ നിങ്ങളും തളരേണ്ടതില്ല. നിങ്ങളുടെ വിജയകഥ ഇപ്പോഴും എഴുതപ്പെടുന്നു. മോട്ടിവേഷൻ റിയാലിറ്റി എന്ന ഈ ചാനൽ കേട്ടതിനായി നിങ്ങൾക്ക് നന്ദി. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ അതിൻ്റെ ശക്തി മറ്റൊരാളിലേക്കും പകർന്നു കൊടുക്കൂ. ഇനി ഒരിക്കൽ കൂടി ഓർക്കൂ, തോൽവി ഒരിക്കലും അന്തിമമല്ല, കൈവിടൽ മാത്രമേ ആയിരിക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരൂ. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഉത്സാഹത്തോടെ തുടരും. താങ്ക് യു.